പുടിൻ എന്ന് പറയുന്നയാൾ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇപ്പം ഇന്ത്യ പോലും ഈ പറയുന്ന SCO മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ റഷ്യയുമായിട്ട് പഴയ ബന്ധം കാരണം ഭയന്നിട്ട് പോയിട്ടില്ല എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇവിടെ ഈ പറയുന്ന യൂട്യൂബേഴ്സ് പറയുന്ന അടിസ്ഥാനപരമായിട്ട് ഇന്ത്യക്ക് പിടികിട്ടി. ഫർദറായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന വെസ്റ്റേൺ രാജ്യങ്ങൾ, അമേരിക്ക, ഇന്ത്യയെ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്തും. അതതിൻ്റെ കാര്യം. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ്, ഇന്ത്യൻ പോളിസി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഇതിനെപ്പറ്റി ഒരു അക്ഷരം വന്നിട്ട് ഇത് നടന്ന് 2 ദിവസമായി. കാരണം നാറ്റോ രാജ്യങ്ങളൊക്കെ വളരെ ശക്തമായ രീതിയിൽ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് റഷ്യ അട്ടിക്കണമെന്ന് തന്നെ പറയുന്നുണ്ട്. ജർമ്മൻ ഡിഫൻസ് മിനിസ്റ്റർ പിസ്റ്ററോസ് എന്ന് പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്നത് ഡെലിബറേറ്റ് ആയിട്ട് റഷ്യ ചെയ്തതാണ് ഈ സംഭവം. ഇനി ഫർദർ ഞങ്ങൾ നോക്കിയിരിക്കുകയില്ല. അതേപോലെ ഫ്രഞ്ച് ഗവൺമെൻറ് അവിടുത്തെ ആശുപത്രികൾക്ക് വാൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം 10,000-ഓളം ഇൻജേർഡ് ആയിട്ടുള്ള ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. ആശുപത്രികൾ കാലിയാക്കിയിടുക. UK ഇൻഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട്. അതായത് അവരൊരു പ്രിപ്പറേഷൻ്റെ പാതയിലോട്ട് പോവുകയാണ്. ഇത് ചെറിയ ഗെയിം അല്ല, ഈ ഖത്തറിലിട്ട ഗെയിം ഒന്നുമല്ല. ഈ രാജ്യങ്ങളെല്ലാം കൂടെ റഷ്യയായിട്ട് അടിക്കുമ്പോൾ ചൈന നിഷ്പക്ഷമായിട്ടൊക്കെ നിൽക്കും. ചൈന നോക്കിയിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ റഷ്യ തീർന്നു കഴിഞ്ഞാൽ അവർ സെക്കൻഡ് പൊസിഷനിലോട്ട് വരണം. ഇതാണ് സംഭവം. റഷ്യക്ക് ചുറ്റും ഇപ്പം ശത്രുക്കളാണ്. റഷ്യ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല.